നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഹൈക്കമാൻഡിൽ നിന്ന് താരിഖ് അൻവർ കേരളത്തിലേക്ക്. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിലും ഹൈക്കമാൻഡ് അവലംബിക്കുന്നത്. ഹൈക്കമാൻഡിൻ്റെ താൽപ്പര്യമല്ല, രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടമാണ് ഇപ്പോൾ നടപ്പിലാകാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് തോൽവിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച അശോക് ചവാൻ കമ്മിറ്റി റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു. റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തലുകളൊക്കെ KPCC അധ്യക്ഷനെതിരെയും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുമാണ്. ഉമ്മൻചാണ്ടിയെയും പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തി മുൻപോട്ട് പോകാൻ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്ന കുറ്റപ്പെടുത്തലുമുണ്ട്. UDF മുന്നണിയിൽ നിന്ന് ഘടകകക്ഷികൾ കൊഴിഞ്ഞുപോയത് വലിയ ക്ഷീണമായി. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ വന്ന വിള്ളൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വീഴ്ച തന്നെയാണ്. കൃത്യമായ കുറ്റപ്പെടുത്തലുകളോടെ തന്നെയാണ് ഇപ്പോൾ അശോക് ചവാൻ കമ്മിറ്റി തങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതും. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നേതാക്കളൊക്കെ സ്വയം രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്കെതിരെ അച്ചടക്ക നടപടിയുടെ ആവശ്യമില്ല. എന്നാൽ കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ ഇനി ഹൈക്കമാൻഡിൽ നിന്നുണ്ടാവും എന്നാണ് പുറത്തറിയുന്നത്. ഹൈക്കമാൻഡ് എന്ന് ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. KPCC അധ്യക്ഷനായി VD സതീശനെ അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി മുൻപേ തന്നെ മനസ്സിലുറപ്പിച്ചിരുന്നു. അതിന് സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യവും. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരൊറ്റ പേരേയുള്ളൂ, അത് K സുധാകരൻ്റെ. അതുകൊണ്ട് തന്നെ എല്ലാ ആകാംക്ഷകൾക്കും വിരാമമിട്ട് K സുധാകരൻ്റെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പേര് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു എന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ താരിഖ് അൻവറിനെ കേരളത്തിലേക്ക് അയക്കുന്നത്. കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഒരു വട്ടം ചർച്ച ചെയ്യുക, KPCC ഭാരവാഹികളുമായും MLA-മാരുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും മനസ്സു തുറക്കുക. കൃത്യമായ അജണ്ടയോടെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധി കേരളത്തിലെത്തുന്നത്. KPCC പ്രസിഡന്റ് ആരാകണം എന്ന കാര്യത്തിൽ ഒരു സമവായത്തിലൂടെ കേരളത്തിലെ നേതാക്കളുമായി ചർച്ച ചെയ്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന ആദ്യ പോംവഴി ആലോചിക്കുകയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനായാൽ K സുധാകരനെ പ്രഖ്യാപിച്ചേക്കും. ഇതിനിടയിൽ I ഗ്രൂപ്പിൽ ചില ചരടുവലികൾ നടക്കുന്നു. 2 വർഷമെങ്കിലും K സുധാകരൻ KPCC അധ്യക്ഷനായി ഇരിക്കട്ടെ എന്ന ഫോർമുല ചിലർ മുൻപോട്ട് വച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെ K സുധാകരൻ എന്ന പുലി വെറും കടലാസ് പുലിയാണ് എന്ന് കേരളം തിരിച്ചറിഞ്ഞുകൊള്ളും എന്നാണ് I ഗ്രൂപ്പിലെ തന്നെ ചില ഉന്നതർ അടക്കം പറയുന്നത്. K സുധാകരൻ്റെ നാക്ക് മാത്രമേ ഉള്ളൂ. പാർട്ടി പ്രവർത്തനങ്ങൾ അത്ര കണ്ട ഏകോപനത്തോടെ കൊണ്ടുപോകാനുള്ള കഴിവൊന്നും ഈ K സുധാകരനില്ല. അങ്ങനെയെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസ് ഇപ്പോഴും ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിലകൊള്ളുമല്ലോ. എന്തിനേറെ കണ്ണൂർ നിയോജക മണ്ഡലം പോലും നിലനിർത്താൻ കഴിയാത്ത K സുധാകരൻ എങ്ങനെ കേരളത്തിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരും? കേരളത്തിലെ മറ്റു ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കളുമായി അത്ര കണ്ട് മാനസിക ബന്ധമൊന്നും K സുധാകരനില്ല. കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ഗ്രൂപ്പിനതീതമായി K സുധാകരന് ഒന്നും ചെയ്യാൻ കഴിയില്ല. K സുധാകരൻ ഇങ്ങ് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലെത്തിയാൽ 2 ദിവസം കഴിയുമ്പോൾ പിണറായി വിജയനെ വലിച്ചു താഴെയിടും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്നതാണ് I ഗ്രൂപ്പിലെ ചില നേതാക്കൾ പറയുന്നത്. K സുധാകരൻ അട്ടഹസിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിൽ ഓടിക്കയറി പിണറായി വിജയനെ വലിച്ചു താഴെയിടും എന്നൊക്കെയാണ് ചിലർ മൂഢസ്വർഗത്തിൽ കണക്കുകൂട്ടുന്നത്. എന്നാൽ സുധാകരൻ ഒരു ഭീരുവാണെന്നും അത്ര ശക്തമായൊന്നും KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കാൻ കഴിവില്ല എന്നുമാണ് ഗ്രൂപ്പ് മാനേജർമാർ വിശദീകരിക്കുന്നത്. K സുധാകരനെ എതിർത്ത് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ചിലർ അടൂർ പ്രകാശിനെ KPCC അധ്യക്ഷനാക്കണം എന്ന നിർദ്ദേശം മുൻപോട്ട് വെച്ചു. അടൂർ പ്രകാശിൻ്റെ പേര് I ഗ്രൂപ്പ് ഉയർത്തിയപ്പോൾ K ബാബുവിൻ്റെ പേര് തിരിച്ചടിച്ചുകൊണ്ടാണ് A ഗ്രൂപ്പും കളത്തിലിറങ്ങിയത്. ജാതി സമുദായ സമവാക്യങ്ങളും ഇപ്പോൾ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ ഉയർന്നു വരുന്നു എന്നതാണ് ഏറെ വിരോധാഭാസം. K സുധാകരനെതിരെ K ബാബുവിൻ്റെയും അടൂർ പ്രകാശിൻ്റെയും പേരുകൾ ഉയർന്നു വരാനുള്ള കാരണവും അതൊക്കെ തന്നെ. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേരിന് കാര്യമായ പിന്തുണ ആരും കൊടുക്കുന്നില്ല. എന്തിനേറെ A ഗ്രൂപ്പിൽ നിന്നോ I ഗ്രൂപ്പിൽ നിന്നോ ആരും കൊടിക്കുന്നിലിനെ ഒട്ട് പിന്തുണയ്ക്കുന്നുമില്ല. A ഗ്രൂപ്പിലെ പ്രഗത്ഭനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ജാതി സമവാക്യങ്ങളുടെ കാരണം കൊണ്ട് തന്നെ ഈ സ്ഥാനത്തേക്ക് അത്രയൊന്നും എളുപ്പമല്ല. ഇനി അപ്രതീക്ഷിതമായ ചില നീക്കങ്ങളും ഇതിനിടയിൽ നടക്കുന്നു. K സുധാകരന് വേണ്ടി പടവെട്ടി മുന്നിലുള്ളത് പേരാവൂരിലെ സണ്ണി ജോസഫ് തന്നെയായിരുന്നു.
എന്നാൽ ഇപ്പോൾ മാത്യു കുഴൽനാടനും രാഹുൽ ഗാന്ധിക്ക് താൽപ്പര്യം കെ സുധാകരനെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കളത്തിലിറങ്ങിയിട്ടുണ്ട്. കുഴൽനാടൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ചില സർവേകളൊക്കെ നടന്നുവെന്നും ഇതിൻ്റെ റിപ്പോർട്ടുകൾ ഹൈക്കമാൻഡിലെത്തിയെന്നും വാർത്തകൾ പരക്കുന്നു. ഈ റിപ്പോർട്ടിലും കെ സുധാകരനെ ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും പിന്തുണയ്ക്കുന്നുവെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം 11-നായിരുന്നു പ്രവർത്തക സമിതി യോഗം അശോക് ചവാൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശം. കേരളത്തിൽ അശോക് ചവാൻ നേരിട്ടെത്തും എന്നറിയിച്ചിരുന്നുവെങ്കിലും കോവിഡ് ലോക്ക്ഡൗൺ ആയിരുന്നതുകൊണ്ട് നേരിട്ടുള്ള സന്ദർശനവും ആളുകളെ വ്യക്തിഗതമായി കണ്ട് അഭിപ്രായമാരായാലും ഒന്നും നടന്നില്ല. തെളിവെടുപ്പും മറ്റ് വിശദാംശങ്ങൾ തിരക്കിയതുമൊക്കെ ഓൺലൈൻ മുഖാന്തരമാണ്. മറ്റ് ജനപ്രതിനിധികൾ, മുതിർന്ന നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ എന്നിവരിൽ നിന്നൊക്കെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിലയിരുത്തലുകൾ തേടിയിരുന്നു ചവാൻ കമ്മിറ്റി. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട സമഗ്ര റിപ്പോർട്ടാണ് ഇപ്പോൾ അശോക് ചവാൻ ഹൈക്കമാൻഡിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒരു വശത്ത് അശോക് ചവാൻ റിപ്പോർട്ടും മറുവശത്ത് കേരളത്തിൽ നടത്തിയ ആ സർവേയുടെ റിപ്പോർട്ടും രാഹുൽ ഗാന്ധിയുടെ മുന്നിലുണ്ട്. എല്ലാം വിരൽ ചൂണ്ടുന്നത് കെ സുധാകരനിലേക്ക് തന്നെ. ഇതിനിടയിൽ എ ഗ്രൂപ്പിൽ ചില ചരടുവലികൾ നടക്കുന്നുണ്ട്. ബെന്നി ബെഹനാൻ്റെ പേര് ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. രമേശ് ചെന്നിത്തലയുടെ കട്ടപ്പിന്തുണ ഇതിന് ലഭിക്കുമെന്നാണ് എ ഗ്രൂപ്പ് കണക്കുകൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു അനുരഞ്ജന ഫോർമുല എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ്റെ പേര് ഏറ്റവും ഒടുവിൽ ഉയർത്തിക്കാട്ടാൻ ഉമ്മൻചാണ്ടി തീരുമാനിച്ചിരിക്കുന്നതും. ഒരുപക്ഷെ ഗ്രൂപ്പുകൾ ബെന്നി ബെഹനാനു വേണ്ടി ഒരുമിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. ദീർഘകാലം കേരളത്തിൽ തിരുവനന്തപുരത്ത് KC വേണുഗോപാൽ ഉണ്ടായിരുന്നുവെങ്കിലും മുതിർന്ന നേതാക്കളുമായൊന്നും അത്ര കണ്ട് മനസ്സു തുറന്നില്ല. മറ്റു നേതാക്കളെ അവരുടെ വസതിയിലെത്തി സന്ദർശിക്കാൻ പോലും KC വേണുഗോപാൽ മിനക്കെട്ടില്ല എന്നതാണ് വാസ്തവം. ഇത്രയേറെ രാഷ്ട്രീയ വികാസങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ ഇപ്പോഴും ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്നത്? മറ്റു കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് KCക്ക് വലിയ തണ്ടാണെന്നാണ്. KC വേണുഗോപാൽ എന്തിനേറെ ഗുലാം നബി ആസാദിനെ കണ്ടാൽ പോലും ഒന്ന് എഴുന്നേറ്റ് പോലും നിൽക്കില്ല എന്ന് പരിഭവം പറയുന്നവരുമുണ്ട്. ഇത്രയേറെ അഹങ്കരിക്കാൻ KCക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നു ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനൊക്കെ ആവാം, അതങ്ങ് ദില്ലിയിൽ വെച്ചാൽ മതി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞങ്ങളൊക്കെയാണ്. ഇതാണ് ഗ്രൂപ്പ് നേതാക്കളുടെ ഭാവം. ഒരുപക്ഷെ കെ സുധാകരനെ ഏകപക്ഷീയമായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചാലും ഇവിടെ പ്രശ്നങ്ങൾ കെട്ടടങ്ങില്ല എന്നത് ഉറപ്പ് തന്നെ. അങ്ങനെയെങ്കിൽ കുറേ കാലത്തേക്കെങ്കിലും ഗ്രൂപ്പുകൾ നിശബ്ദരായി ഒതുങ്ങും. അതിനുശേഷം മറ്റൊരു തൃണമൂൽ മോഡൽ സംഘടനയുമായി ഗ്രൂപ്പുകൾ ഒരുമിച്ച് കളത്തിലിറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. അവരൊന്നും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അത്ര കണ്ട് ശക്തമായി നിന്ന് ജയ് വിളിക്കാൻ ഇന്ന് തയ്യാറല്ല എന്നതാണ് സത്യം. വിഭാഗത്തിലെ മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ ദില്ലിയിൽ ഹൈക്കമാൻഡിനോട് വിഘടിച്ചു നിൽക്കുന്ന G23 നേതാക്കളുമായി ആത്മബന്ധം പുലർത്തുന്നു. ശക്തമായ ഒരു റിബൽ നിരയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉയർന്നു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇനിയുള്ള നീക്കങ്ങളും അത്ര എളുപ്പമല്ല എന്നു സാരം. ഹൈക്കമാൻഡിൻ്റെ ഏകാധിപത്യ പ്രവണതകൾ അത്ര കണ്ട് അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിലെ നേതാക്കൾ ഇനി നടുവളച്ച് നിൽക്കില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.